പൊന്നോണത്തെ വരവേൽക്കാനുള്ള അവസാനവട്ട തയ്യാറെടുപ്പിലാണ് മലയാളി. സദ്യവട്ടവും ഓണക്കോടിയും ഒക്കെ തയ്യാറാക്കാനുള്ള തിരക്കാണ് നാടെങ്ങുമുള്ളത്. ഓണക്കളികളും ആഘോഷ പരിപാടികളും എല്ലാം എല്ലായിടത്തും സജീവമാണ്. വിപണിയിലും വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. കോഴിക്കോട് നിന്ന് അഞ്ജന സുകുമാരൻ വിശദവിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. അഞ്ജന, ഇന്ന് പ്രത്യേകമായി പൂരാട ദിനാശംസകൾ നേർന്നുകൊണ്ട് ചോദിക്കട്ടെ, അവിടെ നിന്ന് നൽകാൻ കഴിയുന്ന ഏറ്റവും പുതിയ വിവരങ്ങളും ഓണവിശേഷങ്ങളും എന്തൊക്കെയാണ് അഞ്ജന? നമ്മൾ നേരത്തെ പാളയം മാർക്കറ്റിലെ പച്ചക്കറി മാർക്കറ്റിലെ തിരക്ക് കണ്ടുപോലെ ഇതാ ഇപ്പോൾ പൂ മാർക്കറ്റിലാണ് ഞാനുള്ളത്. ഇന്നലെ ഇന്നൊക്കെ ആയിട്ട് ഇതാ പൊടി പൊടിക്കുകയാണ് ഇവിടെ കച്ചവടം. ഇഷ്ടം പോലെ പൂക്കളുണ്ട്. ജമന്തിയുടെ ഒക്കെ ഒരു വൈൽഡ് വെറൈറ്റീസ് ഇവിടെ ഉണ്ടെന്നുള്ളതാണ്. ഞാനൊന്നും കാണാത്ത പലതരം കളർഫുൾ ജമന്തി പൂക്കളാണ് ഇവിടെ ഉള്ളത്. ഏതായാലും ആൾക്കാർ വാങ്ങാനായിട്ട് എത്തി തുടങ്ങിയിട്ടുണ്ട്. ചേട്ടാ, പൂക്കച്ചവടമൊക്കെ എങ്ങനെ പോകുന്നുണ്ട്? പൂക്കച്ചവടമൊക്കെ കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്. നല്ല തിരക്കുണ്ടല്ലേ? തിരക്കുണ്ട്. ഇപ്പോൾ നാളെ ഉത്രാടാ, അപ്പോൾ തിരക്കൊന്നും കൂടെ കൂടും. നാളത്തെ കച്ചവടമുള്ളൂ, അത് കഴിഞ്ഞു 2 ദിവസം കച്ചവടമുള്ളൂ. കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്. ഇപ്പോൾ പൂവൊക്കെ ഇവിടെ നിന്നാണ് കൊണ്ടുവരുന്നത്? പൂവ് ബാംഗ്ലൂർ, ഗുണ്ടൽപേട്ട, മൈസൂർ അവിടെ നിന്നൊക്കെ വരുന്നത്. അങ്ങനെ വരുന്ന ഫുള്ളായിട്ട്. ഇപ്പോൾ ഇന്നലെ വന്ന ലോഡായിരിക്കും അല്ലേ? ഇന്നലെ രാത്രി വന്നതാണ്. രാത്രി വരുമ്പോൾ രാവിലെ കച്ചവടത്തിന്. ഇന്ന് വൈകിട്ടാവുന്നതോട് കൂടി കഴിഞ്ഞ നാളേക്ക് അടുത്ത ലോഡ് വരും, രാത്രി വരും. അപ്പോൾ ഇതിനകത്ത് കച്ചവടത്തിന് വില ഇപ്പോൾ അങ്ങനെ വില ഒന്നുമില്ല. ഗ്യാസ് കുറവ് തന്നെയാണ്. കഴിഞ്ഞ വിലയില്ലാത്തതുകൊണ്ട് തന്നെ കുറേ ആൾക്കാരുണ്ട്. വില കുറവ് തന്നെയാണ്, വില കൂടുതലൊന്നുമില്ല. ചെറിയ പൈസ അതെ പ്യൂർ വൈറ്റ് ഉണ്ട്, പിന്നെ വാം വൈറ്റ് ഉണ്ട്, യെല്ലോ ജമന്തി ഉണ്ട്, പിന്നെ വയലറ്റ് ഉണ്ട്. വെറൈറ്റി എന്ന് പറയുകയാണെങ്കിൽ പൈസക്ക് എങ്ങനെയാ? ചെണ്ടുമല്ലിക്കൊക്കെ ഇത് കിലോ 200 രൂപ കിട്ടുന്നുള്ളൂ. മഞ്ഞ ചെട്ടി. ഓറഞ്ചിന് 100 രൂപ, യെല്ലോ 450 രൂപ, ഇത് 500. പിന്നെ പ്യൂർ വൈറ്റ് കുറച്ച് വില ജാസ്തിയാണ്. ബാക്കിയുള്ള സ്ഥലങ്ങളിലൊന്നും കാണാത്ത പോലെ ഈ ജമന്തിയിൽ കുറേ വെറൈറ്റീസ് വരുന്നുണ്ട്. ഇതൊക്കെ ഇങ്ങനെ പിക്ക് ചെയ്ത് അല്ലെങ്കിൽ കൊണ്ടുവരുന്നതാണോ? അതെ, ഇവിടെ ഇല്ലാത്ത സാധനം കൊണ്ടുവരും, മാർക്കറ്റിൽ ഇല്ലാത്ത സാധനം. ഇപ്പൊ നാളെ ഒന്നുകൂടെ ഉഷാറാവും അല്ലേ? നാളെ ഇപ്പോൾ 2 കാലത്തും കൂടി കൂടും. ഇതിൻ്റെ ഇടയിൽ നിങ്ങൾക്കൊക്കെ ഓണാഘോഷിക്കാൻ സമയം കിട്ടുന്നുണ്ടോ? ടൈം കിട്ടുന്നുണ്ടോ വെച്ചാൽ നോക്കണം, കണ്ടെത്തണം. ഇത് കഴിഞ്ഞിട്ട് വേണം വീട്ടിലൊക്കെ പോയിട്ട് ഞാൻ വീട്ടിൽ പോകാൻ നിൽക്കുകയാണ്. ഇത് കഴിഞ്ഞിട്ട് വേണം വീട്ടിൽ പോയി. അപ്പോൾ ഏതായാലും ആഘോഷങ്ങൾക്ക് വേണ്ടിയിട്ട് ആൾക്കാർ അവിടെ എത്തി തുടങ്ങിയിട്ടുണ്ട്. ഓഫീസുകളിലേക്കൊക്കെ വേണ്ടിയിട്ടാണ് ഇപ്പോൾ കൂടുതലായിട്ടും വാങ്ങാനായിട്ട് രാവിലെ ആൾക്കാർ എത്തുന്നത്. വൈകിട്ട് നാളെ ഏതായാലും വൈകിട്ടോടെ വീട്ടിലേക്ക് ഉള്ള പൂക്കൾ ഇടാനായിട്ട് കോഴിക്കോട്ടുകാർ, കാരണം ഈ ഓഫീസിലേക്ക് സ്ഥാപനങ്ങളിലേക്കൊക്കെയാണ് ഓണാഘോഷത്തിന് വൻതോതിൽ പൂക്കളൊക്കെ മേടിക്കുക. നമ്മൾ വീട്ടിലേക്കൊക്കെ അല്പം മാത്രമായിരിക്കും പലപ്പോഴും വാങ്ങുക അല്ലേ? അതെ. ഓഫീസുകളിലേക്കും അതുപോലെ നേരത്തെ ആണെങ്കിൽ സ്കൂളിലേക്കും കോളേജുകളിലേക്കും ഒക്കെ ഓണം ആഘോഷിക്കാനായിട്ട് ഇപ്പോൾ സ്കൂളും കോളേജൊക്കെ അടച്ചല്ലോ, അങ്ങനെയാണ് വന്നിരുന്നതെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഓഫീസിലെ പൂക്കളം ഇടാൻ വേണ്ടിയിട്ടാണ് കൂടുതലും ബൾക്കായിട്ടൊരു ഓർഡറൊക്കെ വരുന്നത്. അപ്പോൾ ഏതായാലും വീട്ടിലേക്ക് നമ്മൾ കുറച്ച് പൈസയ്ക്കും അങ്ങനെയൊക്കെ ആയിരിക്കും വാങ്ങുക. അതിപ്പോൾ നാളെ ഉച്ചയോട് കൂടിയൊക്കെ ആയിരിക്കും വീട്ടിലേക്ക് കൊണ്ടുപോകുന്നത് പൂക്കൾ. അപ്പോൾ ഇന്നത്തെ ലോഡ് കഴിഞ്ഞാൽ തന്നെ ഇന്ന് രാത്രിയോടെ തന്നെ പുതിയ ലോഡ് വരും, പുതിയ പൂക്കൾ വരും. അപ്പോൾ ആൾക്കാരിങ്ങനെ ഏതായാലും വന്നുകൊണ്ടിരിക്കുകയാണ്. പൂക്കച്ചവടം ഇവിടെ തകൃതിയായിട്ട് നടക്കുകയാണ്. മോട്ടി പൂക്കച്ചവടം മാത്രമല്ല, എല്ലാ കച്ചവടങ്ങളും തകൃതിയായി നടക്കട്ടെ. ഈ ഓണക്കാലത്ത് മാത്രമായുള്ള ചില കച്ചവടങ്ങളുണ്ട്, അത് കുറച്ച് കൂടുതൽ പൊടി പൊടിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, ഓണക്കാലത്താണ് ഇവർക്ക് കുറച്ച് വരുമാനം ഉണ്ടാക്കാൻ കഴിയുന്നത്. മഴയൊക്കെ മാറി നിൽക്കുന്നത് ഇവർക്ക് വലിയ ആശ്വാസമാണ്.